അല്ല, വെലങ്ങാടുണ്ടായത് ഈ ചെളിയുടെ മണം കിട്ടിയിട്ട് ഒന്ന് രണ്ട് ആളുകൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ നിറം മാറുന്നതും വെള്ളം വരുന്നതും അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് അവരവിടെ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ആളുകളെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. അറിയിച്ച സമയത്ത് എല്ലാവരും അവിടെ നിന്ന് മാറി. ഏതാനും മിനിറ്റുകൾക്കുള്ളിലാണ് വലിയൊരു ദുരന്തം അവിടെ ഒഴിവായത്. പക്ഷെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ഭീകരമാണ്. ഇതുപോലെ തന്നെയാണ്, ജീവൻ നഷ്ടപ്പെട്ടില്ല എന്ന് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ ഭീകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നാടിൻ്റെ പ്രിയപ്പെട്ട ആളായിരുന്നു മാത്യു മാഷിൻ്റെ പിന്നെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കോൾ വന്നിട്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ്. അവിടെ വലിയ ഇവിടെ വന്ന് കാണുമ്പോൾ ഒഴിവായ അപകടത്തിൻ്റെ ഒരു ഭീകരത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളുകൾ അപ്പം അവിടെ നിന്ന് മാറിയിട്ടില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സൂചന അവർക്ക് തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ ഇതുപോലെ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ പോകുമായിരുന്നു. പക്ഷെ അവിടെ വീടുകൾ കംപ്ലീറ്റ് പോയി. ചില കടകൾ, വായനശാല, അതുപോലെ തന്നെ കുരിശുപള്ളി തുടങ്ങി ഒരുപാട് ഒരു പ്രദേശം തന്നെ ഇല്ലാതായ സാഹചര്യമാണ് അവിടെയുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ഇടപെടലുകൾ വെലങ്ങാട് ആവശ്യമാണ്. ഗവൺമെൻറ് സപ്പോർട്ട് വെലങ്ങാട് ആവശ്യമാണ്. അത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരും. ഇന്നിപ്പോൾ ഈ ദുരിതബാധിത പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ചല്ലോ. രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ചില ശരീരഭാഗങ്ങൾ കിട്ടിയെന്നുള്ള ഒരു ഭയാനകമായ ഭീതിജനകമായ ഒരു വാർത്ത കൂടി വരികയാണ്. അല്ല, അത് ഇതിപ്പം JCB ഇറ്റാച്ച് ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ പോലും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കിട്ടുന്നു എന്നുള്ള പ്രയാസമാണ് ഇപ്പോൾ അവിടെ നിന്ന് കാണുന്നത്. പക്ഷേ നമുക്ക് ഇനി അതൊരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ച് അത് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയാവുന്നതോടുകൂടി ഈ കിട്ടുന്ന മൃതദേഹങ്ങളാണെങ്കിലും ബാക്കി കാര്യങ്ങളും ചുമന്നെടുത്ത് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഒഴിവായി കിട്ടുമെന്ന് പറയുന്നു. ക്രോസിങ് വണ്ടിയിൽ അതുവരെ വന്നിട്ട് ഇപ്പോൾ ചുമന്നെടുത്ത് കൊണ്ടുപോകുന്നതാണ്, അത് ഒഴിവായി കിട്ടുമെന്ന് പറയുന്നു.